നമസ്കാരം VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചലച്ചിത്രോത്സവം PT തോമസ് MB ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജന്റ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ബിസിനസ് ബന്ദ് നടത്തി. ES ബിജിമോൾ MLA പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CPI നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. നിയുക്ത ബിഷപ്പ് റവറൻ ഡോക്ടർ ജോർജ് മർത്തിക്കണ്ടത്തിലിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കോഴിപ്പള്ളി നാടുകാണി ഭാഗത്ത് റോഡ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഗതാഗത യോഗ്യമാകാത്തതിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളും ജലനിധിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. സിനിമയുടെ സ്വതന്ത്ര ആവിഷ്കാരത്തിന് മത രാഷ്ട്രീയ ശക്തികൾ വിലങ്ങുതടിയാകരുതെന്ന് PT തോമസ് MB. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സിനിമയെ കാണാനും പുതിയ സിനിമയെ നിർവചിക്കാനും ലോകോത്തരങ്ങളായ സിനിമകൾ, ഒരുപക്ഷെ അത് കൊമേഴ്ഷ്യലായി വിജയിക്കണമെന്ന് നിർബന്ധമില്ല, എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളാകണമെന്ന് നിർബന്ധമില്ല, ബോക്സ് ഓഫീസ് വിജയമായി പരിണമിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള നല്ല തീമുകൾ, അതിന് നന്നായി ആസ്വദിക്കാനും അതിനെ ഇഷ്ടപ്പെടുന്നവരുമായ ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ പ്രദേശത്തെല്ലാം ശക്തരാക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്ത ആ ഫിലിം സൊസൈറ്റി സംസ്കാരം ഇന്ന് കൂടുതൽ ദൃഢതരമാണ്. അതിൻ്റെ എല്ലാം ആവശ്യകതയാണ് ശ്രീ വിജയൻ ചൂണ്ടിക്കാണിച്ച വിശ്വരൂപം പോലുള്ള സിനിമകൾ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ട പ്രതിസന്ധി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ വിശ്വരൂപം സിനിമ കാണാൻ വേണ്ടി തന്നെ ഞാനൊരു ദിവസം ഉച്ച കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കൈരളി തിയേറ്ററിൽ പോയിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ GS വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. സംവിധായകൻ P സുരേഷ് ഉണ്ണിത്താൻ, ക്യാമറമാൻ രാമചന്ദ്ര ബാബു, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിബിലി സാഹിബ്, നൈറ്റ്സി കുര്യാക്കോസ്, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KM ബാബു എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ സ്വാഗതവും ജെയിംസ് T മാളിയേക്കൽ നന്ദിയും പറഞ്ഞു. തൊടുപുഴയിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കുട്ടികളുടെ ചലച്ചിത്രമേളയിൽ ചൈനീസ് ചിത്രമായ റെഡ് ഫ്ലവേഴ്സ് പ്രദർശിപ്പിച്ചു. സൂര്യനെല്ലി കേസിൽ PJ കുര്യൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൽ ടോം, ഏരിയ സെക്രട്ടറി റിയാസ് മുഹമ്മദ്, പവിരാജ്, MS ശരത്, ഷാൽവിൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പോളിസി ഉടമകളെയും ഏജന്റുമാരെയും ദ്രോഹിക്കുന്ന രീതിയിലുള്ള LIC മാനേജ്മെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ഫെബ്രുവരി 20-21 തീയതികളിൽ നടക്കുന്ന പൊതുപണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായും
LIC ഏജന്റുമാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ LIC ഏജൻസ് ഫെഡറേഷനും LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയും ഭാരതീയ ലൈഫ് ഇൻഷുറൻസ് സംഘവും മറ്റ് സംഘടനകളും സംയുക്തമായി തൊടുപുഴ LIC ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CK ലതീഷ്, TR സോമൻ, NI ജേക്കബ്, സഞ്ജു, MC ജോയി, MJ ജോസ്, മനോജ് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ഇന്ന് എല്ലാ മേഖലകളിലെയും തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ക്ഷേമനിധിയുടെ ബോർഡിലൊക്കെ കീഴിൽ വരുന്ന തൊഴിലാളികളെയൊക്കെ അംഗീകരിക്കപ്പെടുകയും അവർക്ക് അവരുടെ സേവന വേതന വ്യവസ്ഥകളെല്ലാം നടപ്പിലാക്കുകയും അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ 3 ലക്ഷത്തോളം വരുന്ന ഈ ജീവനക്കാർ, ഈ LIC ഏജന്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് യാതൊരു വിധത്തിലുള്ള അംഗീകാരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പുതിയ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു. തൊടുപുഴയിലെ അഗ്നിശമന സേനയ്ക്ക് പുതിയ കെട്ടിടത്തിനുള്ള സ്ഥലം വിട്ടുകിട്ടിയില്ല. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി സ്ഥലം വിട്ടുകിട്ടുന്ന നടപടി ഇഴയുന്നതിനാൽ അവഗണനകൾക്ക് നടുവിലാണ് നഗരത്തിലെ അഗ്നിശമന സേന ഓഫീസ്. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസിന് സ്ഥിരം സൗകര്യം ഒരുക്കാനാണ് മുണ്ടേക്കല്ലിലെ MVIP വക സ്ഥലം വിട്ടു നൽകാൻ തീരുമാനമായത്. ഇതിന്റെ നിർമ്മാണം നടത്തുന്നതുവരെ MVIP സ്ഥലവും കെട്ടിടവും താൽക്കാലികമായി ഉപയോഗിക്കാനും സൗകര്യമൊരുക്കി. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം നൽകുന്ന നടപടി പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിർദ്ദിഷ്ട സ്ഥലം കാട് കയറി മൂടിയ നിലയിലാണ്. MVIPയിൽ നിന്നും റവന്യൂ വകുപ്പിന് സ്ഥലം കൈമാറിയിട്ടുമുണ്ട്. ഇവിടെ നിന്ന് അഗ്നിശമന സേനയ്ക്ക് സ്ഥലം വിട്ടുകിട്ടാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. നിലവിൽ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യവുമില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ ഇവ വെയിലും മഴയുമേറ്റ് കിടക്കുകയാണ്. അനർട്ടിന്റെ നേതൃത്വത്തിൽ 10,000 സൗരോർജ്ജ വൈദ്യുത പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ സെമിനാർ നടത്തി. തൊടുപുഴ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ അനർട്ട് ജോയിന്റ് ടെക്നിക്കൽ ഡയറക്ടർ CK ചന്ദ്രബോസ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ജോസഫ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു കമ്പനിയെ അല്ല നമ്മൾ ഇതിനകത്ത് തെരഞ്ഞെടുപ്പിക്കുന്നത്. ഒരു ലിസ്റ്റ് ഓഫ് കമ്പനീസ് ഉണ്ട്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ഇന്ത്യ മുഴുവൻ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു 150ഓളം കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ കേരളത്തിലെ ഈ നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ ഇൻസ്റ്റലേഷന് താല്പര്യമുള്ള ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ട് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, ഒരു താല്പര്യപത്രം ക്ഷണിക്കുകയും ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിൽ 55 കമ്പനികൾ പങ്കെടുത്തു. നമ്മളൊരു നിശ്ചിത ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിശ്ചിത മാനദണ്ഡങ്ങൾ, അതായത് സോളാർ പാനലിന്റെ എഫിഷ്യൻസി, അതിന്റെ ഗുണനിലവാരം, അത് നിശ്ചിത ലാബുകളിൽ ടെസ്റ്റ് ചെയ്ത് അത് പ്രൂവ് ചെയ്യുന്നുള്ള രേഖകൾ. ES ബിജിമോൾ MLAയെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CPI നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, K സലിംകുമാർ, PP ജോയി, മാത്യു വർഗീസ്, VR പ്രമോദ്, EK അജിനാസ്, PG വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരവികുളം ദേശീയ പാർക്കിൽ വരയാടുകൾക്ക് പ്രസവകാലം. ഓമനയായി കുഞ്ഞു വരയാടുകൾ പിറന്നു തുടങ്ങി. ഇനിയുള്ള 2 മാസം വരയാടുകൾക്ക് പ്രജനനകാലം. ഏപ്രിൽ 4 വരെ സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. വംശനാശം വരുന്ന ഇനത്തിലാണ് വരയാടുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നീലഗിരി താർ ഇനത്തിലുള്ള ഇവ ലോകത്തിൽ തന്നെ 900 എണ്ണത്തിൽ താഴെ വരൂ എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. 97 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പാർക്കിൽ ഇപ്പോൾ 780ഓളം വരയാടുകളുണ്ടെന്ന് ഇരവികുളം ദേശീയോദ്യാനം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ M ഷാനവാസ് ഖാൻ പറഞ്ഞു. 6 കുഞ്ഞുങ്ങളെ ഇതുവരെ കണ്ടെത്തിയതായി ഗാർഡുമാർ പറഞ്ഞു. രാവിലെ വെയിൽ തെളിഞ്ഞു തുടങ്ങുന്നതോടെ റോഡിലും പരിസരങ്ങളിലും കാണാം. എന്നാൽ ആളനക്കം ഉണ്ടായാൽ ഇവ ഓടിമറയും.
ചെങ്കുത്തായ പാറകളിൽ ഓടിക്കയറാനും ഇറങ്ങാനും ഇവയ്ക്ക് കഴിയുമെന്നതാണ് ഇവയെ നാട്ടിലുള്ള ആടുകളിൽ നിന്ന് പ്രധാനമായും വ്യത്യസ്തമാക്കുന്നത്. 6 മാസമാണ് ഗർഭകാലം. നിയുക്ത ബിഷപ്പ് റവറൻ ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിലിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോതമംഗലം രൂപത ചാൻസലർ ഫാദർ ജോർജ് തെക്കേക്കര VBC ന്യൂസിനോട് പറഞ്ഞു. നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ആരംഭിക്കുന്ന ചടങ്ങുകൾക്കായി കോതമംഗലം സെന്റ് ജോർജ് സ്റ്റേഡിയത്തിൽ കൂറ്റൻ പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. 3500 ചതുരശ്ര അടിയിലേറെ വരുന്ന സ്റ്റേജിന്റെ അവസാനഘട്ട മിനുക്കുപണികളും പൂർത്തീകരിച്ചു. പേപ്പൽ പതാകകളും മുത്തുക്കുടകളും കൊടിതോരണങ്ങളും കൊണ്ട് നഗരം വർണ്ണശബളമായി അണിഞ്ഞൊരുങ്ങി. രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിശ്വാസികൾക്കെത്താൻ അതത് പ്രദേശത്ത് നിന്ന് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നഗരത്തിലെ തിരക്കൊഴിവാക്കാൻ പാർക്കിംഗ് സൗകര്യങ്ങളും വിവിധയിടങ്ങളിൽ ക്രമീകരിച്ചു കഴിഞ്ഞു. 30,000-ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ക്രമീകരണങ്ങളോടെയാണ് പന്തൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 5.5 മണിക്കൂറോളം നീളുന്ന പരിപാടിയിൽ മെത്രാഭിഷേക ചടങ്ങിനു ശേഷം പൊതുസമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ലഘുഭക്ഷണത്തിനുള്ള ക്രമീകരണവും നടത്തിയിട്ടുണ്ട്. പരിപാടികളുടെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്നത് പോലെ വിവിധ കമ്മിറ്റികൾ സജീവമായിട്ട് രംഗത്തുണ്ട്. സ്റ്റേജ് അലങ്കരിക്കുന്നവർ അവരുടെ പരിപാടികൾ ഇന്ന് അധികം താമസിയാതെ പൂർത്തിയാക്കും. അലങ്കരിക്കുന്ന സിസ്റ്റേഴ്സ് ഇവിടെ പൂ വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ സെക്ടർ തിരിക്കുന്ന തിരക്കിലാണ് ഏതാണ്ട് പേര്. അതിനുശേഷം കസേരകൾ നിരത്തി കഴിയും. പന്തലിൻ്റെ പണി മിക്കവാറും അച്ഛൻ കവല പുണവത്ത് കാവ് ശ്രീ ഭദ്ര ശ്രീ ദുർഗാ ദേവീ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ഭദ്ര ശ്രീ ദുർഗാദേവി ക്ഷേത്രം 2 വർഷങ്ങൾക്ക് മുമ്പ് ദൈവജ്ഞൻ രാമൻ സ്വാമിജി പാട്ടിന്റെ നേതൃത്വത്തിലെ ഒരു ദേവപ്രശ്ന വയ്ക്കുകയുണ്ടായി. ദേവപ്രശ്ന വിധി പ്രകാരം നിലവിലുള്ള ക്ഷേത്രം ജീർണിച്ച് പോയതിനാൽ വളരെയധികം പ്രശ്നങ്ങൾ ആ നാട്ടിൽ സംഭവിക്കും എന്നുള്ളത് കണ്ടതുകൊണ്ട് ശ്രീകോവിലുകൾ പുതുക്കി പണിയുവാൻ നിർദ്ദേശിക്കുകയും അതുപ്രകാരം 4 ശ്രീകോവിലുകൾ പുതുതായി നിർമ്മിക്കും. ക്ഷേത്രം തന്ത്രി മനയത്താറ്റില്ലത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വിവിധ ദിവസങ്ങളിലായി പ്രത്യേക പൂജകളും വഴിപാടുകളും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് കെ പങ്കജാക്ഷൻ നായർ മണിമല, സെക്രട്ടറി അയ്യപ്പൻ പിള്ള, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ, ജനറൽ കൺവീനർ വിനോജ് തച്ചുപറമ്പിൽ, രക്ഷാധികാരി ഹരി കണ്ണാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡായ കോഴിപ്പിള്ളി നാടുകാണി ഭാഗത്ത് റോഡ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഗതാഗതയോഗ്യമാകാത്തത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. നാടുകാണിയിൽ നിന്നും കോഴിപ്പിള്ളി ഭാഗത്തേക്കുള്ള 4 കിലോമീറ്ററോളം റോഡാണ് പണി പൂർത്തിയാകാത്തതിനാൽ ഗതാഗതത്തിന് തടസ്സമായി കിടക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് പണി തുടങ്ങിയ റോഡാണിത്. പിന്നീട് ദിവസം 2 കിലോ അരി ദിവസക്കൂലി കൊടുത്തും വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് 1 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന് വിഹിതമായ 2 ലക്ഷം രൂപയും ചെലവഴിച്ചതായി ചില ബോർഡുകൾ പറയുന്നു. കോഴിപ്പള്ളി നിവാസികൾക്ക് തങ്ങളുടെ പഞ്ചായത്തായ വെള്ളിയാമറ്റം പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പന്നിമറ്റത്തെത്താൻ നാടുകാണി തൊടുപുഴ ചുറ്റി യാത്ര ചെയ്യേണ്ടി വരുന്നു. കൂടാതെ ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് സഹിക്കണം. എന്നാൽ കോഴിപ്പള്ളിയിൽ നിന്നും കൂവക്കണ്ടം, നാളിയാനി, പൂമാല വഴി പന്നിമറ്റത്തേക്ക് നിസാര ദൂരം മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തുകൂടി റോഡിനായി വർഷങ്ങൾക്ക് മുമ്പ് സർവേ ജോലികൾ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. MLAയ്ക്കും MP-ക്കും ഈ ഭാഗത്തെ ജനങ്ങളെയും തങ്ങളുടെ യാത്രാ ദുരിതത്തെയും നേരിട്ടറിയാമെന്നും ഇനിയും ഇതൊന്നും പരിഹരിക്കാത്തതിൽ അതിയായ മനോവിഷമമുണ്ടെന്നും നാടുകാണി ആദിവാസി ഊരുമൂപ്പൻ ചെല്ലൻ കാണിയും നാട്ടുകാരും ഒരേ സ്വരത്തിലാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു വരുമാനമില്ല. ഈ ആണ്ടിൽ ഈ 5-6 കാപ്പി കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ല കൂലിപ്പണിക്ക് പോകണം. അതല്ലാതെ വേറെ ഒരു വരുമാനം. നടുന്ന ഒരു സാധനം വാഴ മുതൽ വന്ന് പന്നി തിന്നുവാണ്. ഞങ്ങൾ ഏകുമ്പം കാണാനേ പന്നി ഓടുന്നത്. മിറ്റത്ത് വരെ വന്ന് പന്നി കുത്താണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചലച്ചിത്രോത്സവം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LIC ഏജൻസ് കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ബിസിനസ് ബന്ദ് നടത്തി. ES ബിജിമോൾ MLA പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് CPI നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനം നടത്തി. നിയുക്ത ബിഷപ്പ് റവറൻ ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിലിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി.
കോഴിപ്പള്ളി നാടുകാണി ഭാഗത്ത് റോഡ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഗതാഗത യോഗ്യമാകാത്തതിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളും ജലനിധിയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്ത സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.